സ്നേഹം നിറഞ്ഞ വേദിയിലുള്ള ജില്ല, ബ്ലോക്ക്, പഞ്ചായത്ത് ജനപ്രതിനിധികളെ, അതുപോലെ തന്നെ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, ജീവനക്കാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ CDS മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് മേറ്റുമാർ, വ്യാപാരി സംഘടനാപതികൾ, മാധ്യമ പ്രവർത്തകർ, PEC അംഗങ്ങൾ, BMC അംഗങ്ങൾ, മറ്റ് ഇവിടെ നിന്നും നമ്മുടെ പഞ്ചായത്തിൽ നിന്നും വിട്ടുപോയ ജീവനക്കാർ, പ്രിയമുള്ളവർ, ഞങ്ങളിവിടെ ഈ വേദിയാക്കിയിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷം, 2 വർഷം സത്താർ വടക്കുംപാടിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, അതിനുശേഷം 3 വർഷം വിനീതനായ എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. ആ കാലഘട്ടങ്ങളിൽ നമ്മളോട് സഹകരിച്ച, നാം സൂചിപ്പിച്ച വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളെ ഒന്നിരുത്തി നിങ്ങളോട് നന്ദി എന്ന 2 വാക്ക് പറയുക എന്നതിനാണ്. തൃക്കരിപ്പൂരിൻ്റെ പെരുമയെക്കുറിച്ചോ തൃക്കരിപ്പൂരിൻ്റെ വളർച്ചയെക്കുറിച്ചോ ഞാനൊന്നും കൂടെ വിവരിക്കുന്നില്ല. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വീഡിയോ ഞങ്ങൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. തൃക്കരിപ്പൂരിൻ്റെ ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാക്കന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അവരാണ് ഏത് പാർട്ടിയായാലും, ലീഗായാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും, അങ്ങനെ ഏത് പാർട്ടിയായാലും, CPI ആയാലും CPI ആയാലും ജനതാദളായാലും, അവരാണ് നിങ്ങൾ വോട്ട് നൽകി ഞങ്ങളെ ഇവിടെ അധികാരത്തിലേക്ക് ഏറ്റിയത്. ഞങ്ങൾ ഭരണസമിതിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾ 48,000 ജനസംഖ്യയുള്ള തൃക്കരിപ്പൂരിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ആ പ്രതിനിധികൾ എന്നവരെ ഞങ്ങൾക്ക് നൽകിയ സഹായം അതിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് 14 മേഖലകളാണ്. ആ 14 മേഖലകളിലും പ്രത്യേകമായ കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ പുരോഗതി ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അടിസ്ഥാന വികസന രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ശുചിത്വ രംഗത്ത്, അതുപോലെ മറ്റു മേഖലകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഗ്രാമസഭകളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രാമസഭകളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് കൂടി പ്രവർത്തക സമിതി ആലോചിച്ച്, ഭരണസമിതി ആലോചിച്ച്, കിട്ടാവുന്ന മേഖലകളിലൊക്കെ അത് MP ആയാലും MLA ആയാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ആ മേഖലകളിലൊക്കെ നമുക്ക് ലഭിക്കാവുന്ന ഫണ്ടുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് പഞ്ചായത്തിനെ ഒരു യൂണിറ്റാക്കി കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രാദേശികമായ ചിന്തകൾ മറന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയമോ പ്രാദേശികമായ ചിന്തകൾ ഒന്നുമില്ലാതെ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഈ ഭരണം കൊണ്ടുപോയി എന്ന് നിങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഗ്രാമസഭകളിൽ പോകുമ്പോൾ നമുക്ക് പരാതികൾ ഉണ്ടായിരുന്നില്ല, ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ ആവശ്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയി. ഒരു ഗ്രാമസഭയും പ്രക്ഷുബ്ധമായില്ല. ഭരണകക്ഷി മേഖലയിലോ പ്രതിപക്ഷ മേഖലയിലോ ആർക്കും ഒന്നും പരാതി നൽകാൻ ഇടമില്ലാത്ത വിധം പ്രതിഷേധത്തിന്റെ സ്വരങ്ങളില്ലാതെ
കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ ഏകോപിച്ച് 21 മെമ്പർമാർ മുന്നോട്ട് കൊണ്ടുപോയി. അതിന്റെ ഫലം നമ്മുടെ പഞ്ചായത്തിൽ അനുഭവിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഈ വേളയിൽ ഞങ്ങളോടൊപ്പം സേവിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അവരോട് നന്ദി പറയാതെ ഞങ്ങളൊരു സുപ്രഭാതത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയാൽ അത് നന്ദി കേടാകും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഭരണത്തിന്റെ തലവൻ എന്ന നിലയിൽ ആദ്യം പറയാനുള്ളത് ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെത് മാത്രമല്ല, ബ്ലോക്കിൻ്റെ, ജില്ലയുടെ, അതുപോലെ മറ്റ് മേഖലകളിൽ നമ്മുടെ MLA-മാർ, MP-മാർ, അവരോടൊക്കെ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് തന്ന സഹായം ചെയ്തു തന്ന ആ കാര്യത്തിൽ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ നേതാക്കന്മാർ, മുൻനിരയിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ, ആ നേതാക്കന്മാരോടും നമുക്ക് നന്ദി പറയാറുണ്ട്. നിങ്ങൾ ഏൽപ്പിച്ച് പഞ്ചായത്തിന്റെ അധികാരത്തിലേക്ക് ഏൽപ്പിച്ച 21 മെമ്പർമാരുണ്ടല്ലോ, ആ മെമ്പർമാർ പഞ്ചായത്തിന്റെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ് എന്ന് പറയാൻ നമുക്ക് ഈ വേദിയാണ്. അതുപോലെ ജീവനക്കാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ജീവനക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രിയിൽ പോലും 11 മണിക്കും 12 മണിക്കും വിളിച്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ അവർ സംശയം ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴും അവർ ഓൺലൈനിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായ സഹകരണമാണ് നമ്മുടെ ജീവനക്കാരിൽ നിന്ന് ലഭിച്ചത്. അവരോട് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആസൂത്രണ സമിതി മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റാണ്, ചെയർമാനെങ്കിലും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, നമ്മുടെ സുകുമാരന്മാരടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഗത്ഭരായ ആളുകൾ ഉൾക്കൊള്ളുന്ന ആസൂത്രണ സമിതിയോട് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകന്മാർ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിലും ആശുപത്രി കേന്ദ്രങ്ങളിലും, അതുപോലെ സ്വന്തം മക്കൾക്കുള്ള ഭക്ഷണമാക്കാൻ പോലും സമയം കിട്ടാത്ത ആശാപ്രവർത്തകന്മാർ, ആരോഗ്യ പ്രവർത്തകന്മാർ, അവർ ചെയ്ത പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അംഗൻവാടി ടീച്ചർമാർ, നമ്മുടെ പിഞ്ചു മക്കളെ, കൗമാരപ്രായമുള്ള പെൺകുട്ടികളെ, അതുപോലെ തന്നെ നമ്മുടെ ഗർഭിണികളായ അമ്മമാരെ, അവർക്ക് വേണ്ടുന്ന പോഷകാഹാരങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ ചേർത്ത് പിടിച്ച അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കുടുംബശ്രീ CDS, ആ കുടുംബശ്രീ CDS നമുക്ക് മറക്കാൻ പാടില്ല. 360ഓളം കുടുംബശ്രീയുള്ള തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്തിൽ മാനതിയുടെ നേതൃത്വത്തിൽ, CDSലെ മറ്റ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അവർ ഈ സ്ത്രീ ശാസ്ത്രീകരണത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഹരിത കർമ്മസേന നമ്മുടെ പ്രദേശത്തെ തൃക്കരിപ്പൂരിനെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് എത്തിക്കാനൊക്കെ പ്രാപ്തമാകും വിധം ഈ പ്രദേശത്തുള്ള വലിയൊരു വളർച്ചയുണ്ടാക്കി തന്ന, ശുചിത്വ രംഗത്ത് തൃക്കരിപ്പൂരിന്റെ പൊലിമ ഡൽഹിയിൽ പോയി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന നമ്മുടെ ഹരിത കർമ്മസേന, ആ ഹരിത കർമ്മസേനയോട് നമുക്ക് കഥ പറയേണ്ടതായിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ 2000-3000 ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 1600 തൊഴിലാളികൾ മാത്രമേ നമ്മുടെ പ്രദേശത്തുള്ളൂ. ആ തൊഴിലാളികളോട് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഏത് പ്രശ്നങ്ങളായാലും നിങ്ങളൊന്ന് സേവനം ചെയ്യണം എന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി കടന്നു വന്ന് ആ പ്രവർത്തനം ഏറ്റെടുക്കുന്ന നമ്മുടെ ആ തൊഴിലുറപ്പ് തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, വ്യാപാരി സംഘടനകൾ, നമുക്ക് സാമ്പത്തികമായി ആവശ്യമായി വരുമ്പോഴും മറ്റു സന്ദർഭങ്ങളിലും നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന ആളുകൾ, മാധ്യമ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പുറം ലോകത്തെത്തിക്കുന്നത്, ഞങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്, ഒരു മൈനസ് ന്യൂസ് നൽകാതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉപദേശിച്ച അത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രവർത്തകന്മാർ ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹപ്രവർത്തകൻ, ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന റോഡ് മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തു. പിറ്റേ ടെലിവിഷനിൽ ആ ഒരു റോഡ് മാത്രം വെച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത് അവരുടെ ഈ പഞ്ചായത്തിനോട് കാണിക്കുന്ന സമീപനമാണ്.
ആ നിലയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാർ, വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന തൃക്കരിപ്പൂരിൽ, ആ തൃക്കരിപ്പൂരിൽ ആവശ്യമായ നേതൃത്വം നൽകുന്ന PC അംഗങ്ങൾ, തൃക്കരിപ്പൂരിന്റെ ജൈവ വൈവിധ്യ മേഖലയെ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച BMC അംഗങ്ങൾ, അതുപോലെ ഇതിനപ്പുറം നമുക്ക് ഇലക്ട്രിസിറ്റി ജീവനക്കാരുണ്ട്. ഓടിച്ചാടി ഞങ്ങൾ പറയുമ്പോൾ പീസ് നിന്ന ഞങ്ങളോട് സഹകരിക്കുന്ന ഇലക്ട്രിസിറ്റി ജീവനക്കാർ, KSEBയുടെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ, ഈ ഷാജനടക്കമുള്ള ആളുകൾ, അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവരോട് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാർ, അവരോട് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഘടക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരോട് ഞങ്ങൾക്ക് നന്ദി പറയാനുണ്ട്. ആ നന്ദി പറയാനുള്ള ഒരു വേദിയാക്കുക. നിങ്ങൾ ചെയ്ത ഈ സഹകരണത്തിന്, നിങ്ങൾ ചെയ്ത ഈ പ്രവർത്തനത്തിന്, ഞങ്ങളോടൊപ്പം സഹകരിച്ചു നിന്ന പ്രവർത്തനത്തിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ സർക്കാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആദ്യത്തെ 2010 വ്യക്തിപരമായി ഞാൻ സൂചിപ്പിക്കാറുണ്ട്. 2010 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AGC ബഷീർ ഈ തൃക്കരിപ്പൂരിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചു. അദ്ദേഹം പൊതുരംഗത്ത് വരെ അറിയില്ലായിരുന്നു. പൊതുപ്രവർത്തനാണെങ്കിലും ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് VP ഫൗസിയ, ആ ഫൗസിയുടെ നേതൃത്വത്തിൽ ആ ഫൗസിയോടൊപ്പം നിന്നുകൊണ്ട് 5 കൊല്ലം നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിനോടൊപ്പം ശേഷം എന്റെ സഹപ്രവർത്തനായ സത്താർ വടക്കുംപാട്, ആ സത്താർ വടക്കുംപാടിനോടൊപ്പവും നമുക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിനുശേഷം 3 വർഷം ഈ തൃക്കരിപ്പൂരിന്റെ നിലയിൽ ഞാൻ പ്രവർത്തിച്ചു. വാക്കാലോ പ്രവൃത്തിയാലോ മനുഷ്യ സഹജമായ തെറ്റുകൾ വരാം. പക്ഷെ അഹങ്കാരത്തിന്റെ പ്രവർത്തനം എന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. നിങ്ങളിൽ നിങ്ങളായി ഒരു പാവപ്പെട്ട ഒരു പ്രവർത്തകനായി, ഒരു പൊതുപ്രവർത്തകനായി മാത്രമേ ഞാൻ പ്രവർത്തിച്ചു വരുന്ന വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ പ്രവർത്തനത്തിലോ എൻ്റെ പെരുമാറ്റത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ക്ഷമിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ സഹപ്രവർത്തകന്മാർ, ആ സഹപ്രവർത്തകന്മാർക്കും നിങ്ങളിൽ നിന്ന് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തന നിലയിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. സത്താർ സൂചിപ്പിച്ചതുപോലെ ഇനി ഞാൻ ജനപ്രതി എന്ന നിലയിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ദൃഢപ്രതിജ്ഞയോട് കൂടി തന്നെയാണ് ഈ വിടവാങ്ങൽ. സഹകരിച്ച എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ തൃക്കരിപ്പൂരിന്റെ 2 വർഷത്തെ പ്രസിഡന്റ്, നമ്മുടെ നാട്ടിൽ നിന്നും ജില്ലയിലേക്ക് എത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ നിലയിൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി.